എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് വീണ്ടും സംഘർഷം എന്ന വാർത്ത വീണ്ടും വരുന്നു. പോലീസും മതവിഭാഗം വിശ്വാസികളും വൈദികരും തമ്മിലാണ് സംഘർഷം. ബിഷപ്പ് ഹൗസ് ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിച്ചു, അത് പോലീസ് തടഞ്ഞു. ഇതാണ് സംഘർഷത്തിനിടയാക്കിയത്. പ്രതിഷേധം തുടരുമെന്ന് വിമത വൈദികർ വ്യക്തമാക്കുന്നു. ആ ഗേറ്റ് കടക്കാനായി പ്രതിഷേധക്കാർ ശ്രമിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടതാണ്. പോലീസ് വൈദികരെ വലിച്ചിഴച്ചു എന്നുള്ള രീതിയിൽ ആദ്യം ആരോപണം ഉന്നയിക്കുന്നു, പിന്നീട് അത് വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. പിന്നീട് ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. ബലം പ്രയോഗിച്ചു തന്നെ പോലീസുകാർ വൈദികരെ അവിടെ നിന്നും മാറ്റുന്നുണ്ട്. സഭയുടെ ഇടപെടലുണ്ടായി, അതിനെ തുടർന്നാണ് പോലീസിന്റെ ഇടപെടൽ എന്ന് പോലീസ് വിശദീകരണം നൽകുന്നു. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, വീണ്ടും കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണോ? നിലവിൽ ബിഷപ്പ് ഹൗസിന് മുൻപിലേക്ക് പ്രതിഷേധക്കാർ എത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ വൈദികർക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, സമരം ചെയ്യുന്ന വൈദികർക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ ഇങ്ങോട്ടേക്ക് എത്തിയത്. ബിഷപ്പ് ഹൗസ് എന്ന് പറയുന്ന വൈദികരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതൃസ്ഥാനമാണ്. അവർക്ക് അതിൽ നിന്നകത്തിരുന്ന് പ്രതിഷേധിക്കുകയും പ്രാർത്ഥനയജ്ഞമെല്ലാം ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ അവകാശമാണ് പോലീസിനെ കൂട്ടുപിടിച്ച് സഭയുടെ മെത്രാന്മാരടക്കമുള്ള ആളുകൾ, പ്രത്യേകിച്ച് ബോസ്കോ പുത്ര അടക്കമുള്ള ആളുകൾ നിരാകരിച്ചത് എന്നുള്ളതാണ് ഇന്ന് പ്രതിഷേധം നടത്തുന്ന അൽമായ കൂട്ടത്തിൻ്റെയും അതോടൊപ്പം തന്നെ വൈദികരുടെയും ഒക്കെ പ്രധാനപ്പെട്ട ആരോപണം. പോലീസിനെ ഉപയോഗിച്ച് മനഃപൂർവ്വം അവിടെ നിന്ന് അവരെ ബലം പ്രയോഗിച്ച് പുറത്തേക്ക് വലിച്ചെറിയുന്ന രീതിയിലായിരുന്നു നടപടി സ്വീകരിച്ചത്. അതുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വരിക സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോഴും ഇവിടെ ഈ പ്രതിഷേധം തുടരുകയാണ്. അകത്തേക്ക് കയറ്റണം, അതായത് ഈ പ്രാർത്ഥനായജ്ഞം നടത്തിക്കൊണ്ടിരുന്ന 21 വൈദികരെ ഈ ബിഷപ്പ് ഹൗസിലേക്ക് കയറ്റണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. നിലവിൽ ബിഷപ്പ് ഹൗസിന്റെ ഗേറ്റ് തുറക്കാനുള്ള ശ്രമം നടത്തുകയാണ്. പോലീസ് അതിനെ ചെറുക്കുന്നുണ്ട്. അപ്പുറം ഒരു വശത്ത് പോലീസും മറുവശത്ത് ഈ വിശ്വാസികളും അൽമായ വിശ്വാസികളും അതോടൊപ്പം തന്നെ വൈദികരുമാണ് ഉള്ളത്. സ്ഥിതി ഒരല്പം രൂക്ഷമാകുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒരു തരത്തിലും അവർ കുര്യാക്കോസ് മുണ്ടാടൻ പോലീസുമായി സംസാരിക്കാൻ വേണ്ടി എത്തിയതാണ്. അതോടൊപ്പം തന്നെ സമരക്കാരെ അനുനയിപ്പിക്കുകയാണ്. ആ വൈദിക സംരക്ഷണ സമിതിയുടെ സെക്രട്ടറിയാണ് കുര്യാക്കോസ് മുണ്ടാടൻ. കുര്യാക്കോസ് മുണ്ടാടൻ ഇപ്പോൾ ഈ അൽമായ കൂട്ടത്തിലെ ആളുകളോട് സംസാരിക്കുകയാണ്. അവർ പറഞ്ഞത്, കളക്ടറിനോട് ഞാൻ പറഞ്ഞു, ഇത് ഞങ്ങളുടെ മാതൃഭവനമാണ്. ഇവിടുന്ന് ഇന്ന് വെളുപ്പിന് ഞങ്ങളുടെ അച്ഛന്മാരെ മാറ്റിയിരിക്കുന്നത് യാതൊരു അറസ്റ്റ് വാറന്റും കൂടാതെ ഞങ്ങളുടെ ഭവനത്തിൽ നിന്നും ഞങ്ങളെ പിടിച്ചു വലിച്ച് മാറ്റിയിരിക്കുക പോലീസ്. അതുകൊണ്ട് ഒരു അറസ്റ്റ് വാറന്റും ഇല്ല. ഇത് നിയമാനുസൃതമായിട്ടുള്ള ഒരു കാര്യമല്ല ഇവിടെ പോലീസ് ACP ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കളക്ടർ സാർ എത്രയും വേഗം ഇടപെട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദം തരണം എന്നാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, നോക്കട്ടെ അച്ഛ, ഞാൻ ഇടപെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ. പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കുകയാണ്. കളക്ടറുടെ ഇടപെടൽ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങണം എന്നാണ് നേതൃത്വം പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ പ്രതിഷേധക്കാർ കുറച്ച് ഒന്ന് അയഞ്ഞിട്ടുണ്ട് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു സുരേഷ്.